അളിയാ സെല്ലേ ഇവിടെ എവിടെ പോയി കിടക്കുക സെല്ലേ എടി സെല്ലേ തുർക്കൊന്ന് എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോക്കൂടെ സെല്ലേ സ്വിച്ച് ഓഫാ പറഞ്ഞിട്ടും പോകത്തില്ല. ഇവിടെ പോയി എടേ 500 ഇത് ലാഭമല്ലേ? 500 ലാഭമൊക്കെ ഉണ്ട്. പക്ഷെ നല്ലൊരു കാര്യം, ഈ ഡ്രസ്സ് ഞാൻ ഓൺലൈൻ എന്താണ് ഇപ്പൊ 990 സംതിങ് എന്തൊക്കെ ഉണ്ടായിരുന്നേ, അത് ഞാൻ 500 അപ്പൊ തന്നെ വാങ്ങിക്കാൻ പറഞ്ഞത്. പക്ഷെ കളറ് ഭയങ്കര ശോകം കളർ പോലെ ഫീൽ ചെയ്യും. എന്റെ മോളെ ഇപ്പൊ ഇതാണ് ട്രെൻഡിങ് കളേഴ്സ്. കൊള്ളാം എന്തായാലും. എടാ നിങ്ങൾ ആരെങ്കിലും സെല്ലിനെ കണ്ടാ? ഇല്ല, കണ്ടില്ല. അവളിവിടെ ഇല്ലേ? അവളിപ്പോ എവിടെ പോയതാ? ചിലപ്പം വല്ല ഷോപ്പിങ്ങിന് അങ്ങനെ പുറത്തങ്ങനെ പോയിട്ടുണ്ടാവും. നീ പോയിട്ട് അമ്മാവനോട് ചോദിക്കും. പുറത്തെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അമ്മാവനെ അറിയായിരിക്കുമല്ലോ. എന്തിനാ? ഞാൻ തന്നെ പോയി ചോദിച്ചോക്കാം. ഇച്ചിരി കടുപ്പം കൂട്ടിയിരുന്നു തോന്നുന്നു. ഇടയ്ക്കെപ്പോഴും ഒരേപോലെ കുടിച്ചാൽ അങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ ആണല്ലോ, അതുകൊണ്ട് ക്ഷമിക്കാം. അമ്മാവാ സെല്ലിനെ കണ്ടാ? ഇല്ല മക്കളെ. എന്ത് എവിടെയൊക്കെ തപ്പിന്ന് പറയാ, അവളെ കാണുന്നില്ലെന്നേ. കാണില്ല അവളെ അല്ല കാണാത്തത്, നമ്മളെയാണ് ഇവിടെ ചിലർക്ക് കാണാത്തത്. ഒരളിയൻ വന്നേ പിന്നെ ഇപ്പൊ നമ്മളെ ഒന്നും ആർക്കും കണ്ണിപ്പിടിക്കുന്നില്ല. ഇതുകൊണ്ട് ഒരമ്മ പറ്റ അളിയന്മാരെ പോലെയൊക്കെയാണ് ചില മനുഷ്യന് ചങ്കില് തീയത്തിരിക്കാൻ നേരത്തെ ഒരുമാതിരി കോമഡി പറയാൻ നിക്കല്ലേട്ടാ. ഇടി ഒന്ന് അടങ്ങടി, അവള് പുറത്തു പോയേക്കുവാണ്. പോകുമ്പോ നിനക്കൊരു കത്തും തന്നിട്ടുണ്ട്. എന്താ? എനിക്കെങ്ങനെ അറിയാം? അളിയ, ജീവിതം വല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. ഒരു പണിയും കൂലിയും ഇല്ലാതെ ഞാൻ ഇനിയും ഇവിടെ നിന്നാ അത് നിനക്കൊരു ബാധ്യതയാകും. സോ ഞാൻ പോകുന്നു. നീ എന്നെ അന്വേഷിച്ചു വരണ്ട. നീ തന്ന സ്നേഹത്തിനും കൂടെ നിർത്തിയതിനും സംരക്ഷിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. ബൈ ഫോർ എവർ. പോവല്ലേ സെലിനെ, പോവല്ലേ നീ? എന്തിനാ പോയത് സെല്ലെ? സെല്ലെ എന്താ തോന്നടി, എന്തിനാടി പോയത്? എന്തിനാ സെല്ലെ പോയത്? നീ എവിടെയാടി പോയത്? ഞാൻ നിന്നെ എവിടെയൊക്കെ പോയി തപ്പിന്നറിയോ? എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയോ? അതിന് ഞാൻ എവിടെ പോവേ? എന്താ ചാരു, നീ എന്ത് സ്വപ്നം കണ്ടത്? സ്വപ്നം അല്ല. അപ്പൊ നീ എവിടെ പോയില്ല? എന്റെ പൊന്നു മോളെ പോണെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ 10ന്റെ പൈസ വേണ്ട എവിടെ ട്രിപ്പ് പോയി. ഓ, നല്ല വൃത്തിയായിട്ടൊരു സ്വപ്നം കണ്ടടി. അത് വൃത്തികെട്ട സ്വപ്നം മനസ്സിലായി. എന്ത് സ്വപ്ന കണ്ടത്? ഇവിടെ കത്തൊക്കെ എഴുതി വെച്ചിട്ട് എങ്ങോട്ടും നാട് വിട്ടുപോയി. എനിക്ക് ടെൻഷനായി. ഞാൻ കത്ത് എഴുതി വെച്ചിട്ട് നാട് വിട്ടുപോയി. പക്ഷെ എന്റെ പൊന്നു മോളെ, ഞാൻ ഇവിടെ വന്നത് ഒന്ന് സൂയിക്കാൻ വേണ്ടിട്ട്. നീയൊക്കെ എന്നെ പൊന്നുപോലെ നോക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് അവിടെ പോണെന്ന്. സെലിന് എവിടെ പോയില്ലതേ ഇരിക്കും. അവൾ ഇരിക്കുമല്ലോ, അവൾ കിടക്കുമല്ലേ. രാവിലെ തന്നെ ഓരോ സ്വപ്നവും കണ്ട് മനുഷ്യനെ പേടിപ്പിച്ച് ഉറക്കത്തും ഇല്ല. നിന്നെ പോലെ പല്ലിനെ പാറ്റനും കണ്ടിട്ടൊന്നുമല്ലല്ലോ ഞാൻ കരഞ്ഞത്. ഞാൻ എനിക്ക് സ്നേഹമുള്ള ആൾക്കാർക്ക് വേണ്ടിട്ടല്ലേ കരഞ്ഞത്. നിനക്കൊന്നും പറയിപ്പിക്കില്ലെങ്കിൽ നിനക്ക് വല്ലതും പറയണ്ട. പുറത്തിറങ്ങി പോവന്റെ പിള്ളേരെ. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ ചാരു. നേരെ ഒരുപാട് വെളുത്ത് മതി ഉറങ്ങിയത്. എന്റെ ഉറക്കം പോയി. ഇനിയിപ്പോ നീ ഉറങ്ങണ്ട. എനിക്കിങ്ങ് മേല. രാവിലെ ഇങ്ങോട്ട് എന്തുവാടി ഇവിടെ ബഹളം? ബഹളം കണ്ട ഇവളുണ്ടല്ലോ, ഉറക്കമില്ലാണ്ട് ഓരോന്ന് പിച്ചും പേയും കണ്ട് സ്വപ്നം കണ്ട ഞാൻ അങ്ങോട്ടൊന്ന് പോയെന്നാ ലെറ്റർ എഴുതി വെച്ചെന്നാ നമ്മുടെ ഉറക്കം കളഞ്ഞിട്ടിരിക്കുക അവള്. ഹാരി സ്റ്റെഫിയ,
ഞാനല്ലല്ലോ അവള്. ചാരോ എന്തുവാടേ കേക്കുന്നേ? മലയാളം. മലയാളാന്ന് എനിക്ക് മനസ്സിലായി. എന്തോ സ്വപ്നം കണ്ടത്? നീ കാര്യമൊന്നും പറഞ്ഞില്ലല്ലേ? ഇവൾക്ക് ലിവളെ കാണാതെ പോയെന്നോ, ലിവളെ കാണാതെ പോയിട്ട് ലിവള് കിടന്ന് കരഞ്ഞെന്നോ, അവളുടെ പൂങ്കണ്ണീര് കണ്ട് എന്റെ ബെഡും മൊട്ടയും അത് എന്താണൊക്കെ നനഞ്ഞെന്നോ എന്ന് പറഞ്ഞിട്ടേ എനിക്ക് വേറെ കളവല അതുകൊണ്ട് പട്ടി പോകുന്നെങ്കിൽ എന്തോന്ന് കാണിക്കുന്നത്? നിങ്ങൾ എന്താന്ന് വെച്ചാൽ എന്നെ ഒരു 5 മിനിറ്റ് റെസ്റ്റ്. ഞാനിനി ഇല്ല. അമ്മാവോയ്, ഒരു ചായ വേണമായിരുന്നു. എന്റെ ദൈവമേ, ഇത് ആര് വന്നിരിക്കുന്നത്? ഇന്ന് കാക്ക മലന്നും തിരിഞ്ഞും ഒക്കെ പറക്കുമല്ല. അതെന്താ മോനെ അങ്ങനെ ഒരു ടോക്ക്? ഒരർത്ഥം വെച്ചുള്ള പറച്ചില്. അല്ല, ചിലരൊക്കെ ഈ സമയത്ത് കഴിച്ച് ചായയൊക്കെ ചോദിക്കാൻ വേണ്ടി വരണു. അതുകൊണ്ട് ചോദിച്ചത്. സാധാരണ രീതിയിൽ രാവിലെ ഉള്ളതും ഉച്ചയ്ക്കുള്ളതും എല്ലാം കൂടെ ചേർത്ത് ഉച്ചക്കല്ലേ കഴിക്കാറ്. അതിന്റെ ഒരു സുഖവേ അമ്മാവോടൊന്നും പറഞ്ഞാൽ മോനെ മനസ്സിലാവത്തില്ല. സത്യം പറഞ്ഞുണ്ടല്ലോ അമ്മാവ, UK പോയിട്ടുണ്ടല്ലോ, ഡെയിലി പട്ടിണിയാണ് എനിക്ക്. അതിനുശേഷം രാവിലെ ഫുഡ് പോലും വേണ്ട കഴിക്കാൻ. സത്യം അങ്ങനെ പറഞ്ഞു കൊടുക്കളി അങ്ങോട്ട്. അല്ലടി, നീ എന്താ പുതിയ വർക്ക് നോക്കിന്നുണ്ടായി? അളിയ, ഈ മറ്റുള്ളവരുടെ അണ്ടറിൽ കിടന്ന് പണിയെടുത്താണ് നമ്മൾ ലൈഫിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല അളിയ. അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം. മോൾ ആ പറഞ്ഞത് കറക്റ്റ്. അവന് നിന്റെ പ്ലാൻ എന്തുവാ? ആക്ച്വലി ഞാൻ UK ആദ്യം പോയപ്പോൾ മറ്റേ കോക്ടെയിൽ അടിക്കാനാണല്ലോ പോയത്. ആ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒരു ബർഗർ ഷോപ്പിൽ കയറിയിട്ട് ബർഗർ അടിക്കാൻ കയറിയില്ല. ഇപ്പൊ നന്നായിട്ട് ബർഗർ ഫാസ്റ്റ് ആയിട്ട് അടിക്കാൻ പഠിച്ചു. അപ്പൊ നിനക്ക് ബർഗർ ഷോപ്പ് ഇടാനാണോ പ്ലാൻ? ഇടി, അതിനൊക്കെ നല്ല ക്യാഷ് ആവും. അത് ശരി. അതിന് പേടിക്കണ എന്തിന്? ഇപ്പൊ ഇഷ്ടം പോലെ ലോൺ കിട്ടും. പുതിയ സംരംഭകർക്ക് ആവശ്യത്തിനുള്ള ലോൺ ഗവൺമെന്റ് കൊടുക്കുന്നത്. അതുപോലെ പെമ്പിള്ളേരാണെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. പൊന്നമ്മാവ, ലോണൊക്കെ കിട്ടും. പക്ഷെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, കുറച്ചൊക്കെ. ലോൺ മാത്രം മതിയാ. അപ്പൊ നിന്റെ എന്നാ ഉണ്ട്? എന്റെ അമ്മ തന്നെ വാട്ട ചായ മാത്രമേ ഉള്ളൂ. അത് മാട്ടെന്ന് പറയണ്ട. ശരിയാ അമ്മാവ, UK പോയതിനു വെച്ചാൽ ഇതൊക്കെ ഇപ്പൊ നല്ലതാ. അതാണ്. ഓക്കെ എടി, ഞാനൊരു ഐഡിയ പറയുകയാണെങ്കിലേ, നിന്റെ ഈ ബർഗർ ഐഡിയ കൊള്ളാം. നീ ഒരു കുറഞ്ഞ റേറ്റില് ബർഗർ നല്ല കോൾഡ് കോഫി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ തരാ കയറി വരും. അല്ലേ, ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഷോപ്പ് ഇടാനുള്ള പൈസ ഇല്ല. എൻ്റെ ഇല്ലല്ലോ, എൻ്റെ ഇല്ല, ആരുടെ ഇല്ല. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബർഗർ ട്രക്കൊക്കെ സെറ്റപ്പ് ചെയ്ത് അതാകുമ്പോൾ കുറച്ച് എമൗണ്ട് മതിയല്ലോ. ഇടി, ബർഗർ ട്രക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പവി കഴിഞ്ഞ ദിവസം ആരോ ട്രക്ക് കൊടുക്കാണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. ഫുഡ് ട്രക്ക് ഞാൻ നോക്കാം. എടി മോളെ, എനിക്ക് ബർഗർ മാത്രമാക്കരുത്, നാടൻ ഭക്ഷണം കൊടുക്കണം. ദോശ, ഇഡ്ഡലി, പുട്ട്, കടല, ബീഫ്, ചിക്കൻ, ഇതെല്ലാം കൂടെ കൊടുത്താൽ മതി. അടിപൊളി കച്ചവടം നടക്കും. അമ്മ സഹായിക്കും. സൂപ്പറാ. നല്ലതാ. തട്ട് ദോശയും തട്ടാമ്പലറ്റും തട്ട് ചമ്മന്തിയും. അത് തന്നെ. അമ്മാവാ, ആദ്യം ബർഗറിൽ തുടങ്ങുക, എന്നിട്ട് അതിൽ ലാഭം കിട്ടുമ്പോ നമുക്ക് അടുത്ത് നോക്കിയപ്പോ. അമ്മ അപ്പുറത്തെ ഒരു ചെറിയ തട്ടിട തുടങ്ങും. ബർഗർ ഷോപ്പിലാണോ ചിക്കൻ കറിയും മട്ടൻ കറിയൊക്കെ കൊടുക്കണത്? ഞാൻ വല്ലതും പൈസ കിട്ടിക്കോട്ടോ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. ആദ്യം ഇരുന്നിട്ട് കാലം കിട്ടും. പൊന്നോ, എന്തൊക്കെയാണെങ്കിലും എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുള്ളയാ. ബർഗർ കഴിക്കാനായിരിക്കും. എന്തായിട്ട് നിനക്കൊരു പുജ്ഞം? കുറെ നേരം കൊണ്ട് അമ്മാവനെ ട്രോളിക്കൊണ്ടിരുന്നല്ലേ. ഒരു ബർഗർ കൊടുക്കാനുള്ള ഇതൊക്കെ എനിക്ക് പറ്റും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നിട്ടാ ഞാൻ ഒരു ദിവസം ഒരു ബർഗർ ഓക്കെ, ഡെയിലി ഓരോ ബർഗർ വെച്ച് കൊടുക്കും. നിന്നെ കണ്ടുപോയില്ല കേട്ടാ. എന്നാലും എത്രയൊക്കെ പറഞ്ഞാലും ഒരു 2-3 ബർഗറൊക്കെ ഡെയിലി മിച്ചം വരും. അത് തിന്ന് സഹായിക്കാൻ ഒരാളെ ഒക്കെ ആവശ്യമുണ്ട്. ഇല്ലേ? അമ്മച്ചമ്മനെ ഞങ്ങൾ വേറെ അയ്യോ നോക്കി പഠിച്ച ആ കണ്ണിപ്പോ തന്നെ നിലത്ത് വീഴും. ഇല്ല ഞാൻ ഉറപ്പണി നടക്കാം, എത്തിയേക്കാം. എടി, ഞാനിപ്പൊ നിന്നെ വിളിക്കാം. ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം. അല്ല, നീ പഠിക്കാൻ തുടങ്ങിയ? പഠിക്കായിരുന്നില്ല മോളെ, പിന്നെ ഞാൻ ബിറ്റ് എഴുതായിരുന്നു. തോറ്റാലേ ബിറ്റ്. എന്റെ അപ്പേ, ഞാനെങ്ങാനും എക്സാമിന് തോറ്റു എന്നെ കിട്ടിച്ചൂടോടെ. എങ്ങനെയും ബിറ്റ് വെച്ച് എനിക്ക് പാസ്സായേ പറ്റുള്ളൂ. ഈ ബിറ്റ് വയ്ക്കണം നേരം ഉണ്ടെന്നുണ്ടല്ലോ, 2 എക്സാം പഠിച്ചെനിക്ക് ഒന്നും വരില്ല. പിന്നെ സെമ്മില് ഫുൾ ഒറ്റയ്ക്ക് പഠിക്കാൻ മാജിക് ഒന്നും അറിയത്തില്ല. ഓടുന്നത് എടി, മാജിക് എന്ന് പറയേണ്ട കാര്യമില്ലടി. അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യം അന്നന്ന് പഠിക്കണമായിരുന്നു. ഓ അയ്യേ, തള്ള വൈബ്. എന്റെ അമ്മ ഇങ്ങനെ തന്നെ പറഞ്ഞു, പോവാവോ? അല്ലെങ്കിൽ നിനക്ക് കാര്യം പറഞ്ഞ തള്ളവയ്പ് തോന്നടി. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോടെ, ഈ എഴുതി കൂട്ടുന്നത് മൊത്തം നിനക്ക് എക്സാമിന് വരുവോ?
എക്സാമിന് വരുമെന്നൊരു ഉറപ്പൊന്നും എനിക്കില്ല. പിന്നെ പക്ഷെ നമ്മളൊരു ഐഡിയ ഉണ്ട്. ഞങ്ങൾ കുറെ ടീമായിട്ട് ചേർന്നിട്ട് എല്ലാരും ഓരോ പോർഷൻ വെച്ച് എഴുതി തീർക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും ഒരു പീസില്ലേ ഞങ്ങൾ ചോദിച്ചു കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബുദ്ധി. സൂപ്പർ ബുദ്ധിയാ. എഴുത്, നീ ബിറ്റ് കൊത്തിയിരുന്ന് എഴുത്. മക്കളെ നിങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാവോ വേറെ എവിടെയും പോകുന്നുണ്ടോ? ഉണ്ടാവോ? ഞങ്ങളെ ബാങ്ക് വരെ ഒന്ന് പോവാണ്. ഇവക്ക് മുദ്രാ ലോണിന്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണം. പിന്നെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ തീർന്നു, അതും കൂടെ വാങ്ങിച്ചോണ്ട് വരാം. പോയിട്ടോ. ശരി. ആ പിന്നെ വീടും തുറന്നിട്ട് ഇതിലൊന്നും പോകരുത്. ചുറ്റിനും കള്ളന്മാരുള്ള കാലവാ. ഒന്ന് പോയേടി, കള്ളം പറയാനാണ്. അല്ലെ തന്നെ ഇവിടെ എന്ത് തേങ്ങ ചെയ്തിട്ടാ കൊണ്ടുപോകാനായിട്ട്. കള്ളന്മാർക്ക് അറിയത്തില്ലല്ലോ ഇവിടെ ഒന്നും ഇല്ലാന്ന്. പിന്നെ നിന്നെ വല്ലതും പിടിച്ചോണ്ടേക്കണേ ഞങ്ങൾ അങ്ങോട്ട് തപ്പിയെടുക്കേണ്ടി വരും. നിങ്ങൾ പോ, ഞങ്ങൾ ഡോറൊക്കെ അടച്ച് സുരക്ഷിതമായിരുന്നോളാം. ചെല്ല്. ശരി, അപ്പൊ പോയിട്ട് വരാമേ. പോകുമ്പോ ഡോറൊന്ന് അടച്ചോ മക്കളെ. ശരി. കള്ളൻ. ദിവ്യേ, എന്തോ കള്ളനെങ്ങാനും കേറിയാലോ? കള്ളനെ പേടിയൊന്നുമില്ല. പക്ഷെ എങ്ങാനും കള്ളം വന്നു കഴിഞ്ഞാ നമ്മള് നേരിടണ്ടേ അവരെ? അതുകൊണ്ട് എന്റെ വീട്ടിലൊരു കള്ളം കയറിയായിരുന്നേ. എന്റെ അച്ഛനും അമ്മയൊക്കെ പേടിച്ച് മാറിയിരുന്നു. ഞാനപ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് അവനെ അടിച്ച് തെറിപ്പിച്ച് പോലീസിന് പിടിപ്പിച്ചെടുത്തു. പോലീസിന് പിടിച്ചെടുത്തു. നീ ഞാൻ ഒറ്റയ്ക്ക് അടിച്ച് പോലീസിന് പിടിച്ചെടുത്ത്. എടേ ആടേ ഇന്ന് പോടി ദിവ്യ, ചുമ്മാ തള്ളല്ലേ ഇരുന്ന്. എടാ തള്ളല്ല, ശരിക്കും പിടിച്ചു കൊടുത്തു ഞാന്. പിന്നെ ഞാൻ ഇത് ഒന്ന് പോ, ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. നീ വിശ്വസിക്കണ്ട, പോയ അവിടെ മനുഷ്യൻ എഴുതാനെ സമ്മതിക്കൂല. ഇരുന്ന് എഴുത്. വണ്ടി എടുത്തില്ലേ? വണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചടാ. എനിക്ക് പീരിയഡ്സ് ആയി, ഭയങ്കര വേദന. നീ എന്നെ വീട്ടിലോട്ടാക്കി തരുമോ? ഫോൺ ഒഴിക്കേ, എനിക്ക് ഭയങ്കര ക്രേവിങ്സ്. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ മനസ്സിലാവും. എനിക്ക് പപ്സ് കഴിക്കാൻ തോന്നുന്നുണ്ട്, ചിപ്സ് വേണം, പിന്നെ മധുരം കഴിക്കാൻ തോന്നുന്നുണ്ടോ. ഫലൂഡ അല്ലേ ചോക്ലേറ്റ്സ് വാങ്ങിച്ചു തരുമോ? പിന്നെ എന്തെങ്കിലും തോന്നി അപ്പൊ വാങ്ങിച്ചു തരാം. ഇനി വേണോ? പീരീഡ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാ. ഞാൻ എടുക്കാം, ഇങ്ങനെ തൽക്കാലം ഈ സ്നാക്സ് കൊണ്ട് മക്കളുടെ പീരിയഡ് ക്രേവിങ്സ് ഒതുക്കുക കേട്ടോ. താങ്ക് യുടാ. പോട്ടെ പോട്ടെ. ഫലൂഡ. ഇതെടാ എടാ ഫലൂഡ വാങ്ങിക്കാൻ നമ്മൾ പറഞ്ഞല്ലേ, ഭയങ്കര ക്രേവിങ് എടാ. പ്ലീസ് മധുരം കഴിക്കാൻ തോന്നടാ. പീരിയഡ് ക്രേവിംഗ് എന്ന് പറഞ്ഞിട്ട് കുറെ ആയി കേട്ടോ. ഓ നിനക്ക് പറ്റില്ലേ, വേണ്ട, കുഴപ്പമില്ല. എന്നാ കുഴപ്പമില്ല. പോണേ പോണേ പോണേ. എന്തോ വെച്ചിട്ടേ? ഫലൂഡ. ഫലൂടെ ഫലൂട ഫലൂഡ ഫലൂട. ബുദ്ധിമുട്ടാ നിനക്ക്? എന്ത് ഫലൂട? ഫലൂട ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ടൊരു ഫലൂഡ. ഓക്കെ, പോയിട്ട് പോയിട്ട് വേഗം വാ. പോയിട്ട് വരാം. ഒരു ചൂച്ചോ. ഇത്രയും നേരമായിട്ട് വന്നില്ലേ? ഹലോ, ഇറങ്ങിയില്ലേ? ആണോ? ആ ശരി, നിങ്ങൾ വാ. ആ ഓക്കെ ഓക്കെ. ഞാനിപ്പോ ഒറ്റയ്ക്ക് ഇരിക്കണ്ട ഇവിടെ, വേഗം വായോ. ശരി. എൻ്റെ ദൈവമേ, എന്തൊരു വേദന. ഇതിന് PCOD പ്രശ്നമില്ല. ആവോ ദൈവമേ, ഡോക്ടറിനെ കാണിച്ചേക്കാം.
ആ പറടാ. പുസ്തകം പെട്ടെന്ന് എത്തിയോ? ഇല്ലടാ, എനിക്ക് താഴെ ഇറങ്ങി വരാൻ പറ്റില്ല. നീ കയറി പോരെ. കുഴപ്പമില്ല, ആരുമില്ല. പോരെ. വാ. എന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ പൊളിച്ചാലേ. പിശാചി. അവിടെ വിളിപ്പോണ പോക്കണ്ട. ആരാ സൗണ്ട് കേട്ടാണല്ലോ? ജെനി, ജെനി, നീ വെറുതെ പേടിപ്പിക്കാൻ ചെയ്യണല്ലേ ഇത്? എടാ ജെനിയേ. അർജുന പാർത്ത ശിവ. എന്തിനാ പൂട്ടറ? മറ്റേ ദിവ്യല്ലേ എന്നെ കണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ല കണ്ടില്ല കണ്ടില്ല. ഓ ഇവിടെ ഉണ്ട്. ഇല്ല ഇല്ല കണ്ടില്ല കണ്ടില്ല കണ്ടില്ല. എന്ത് കഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വന്നത്. നീ മുത്താടാ. കഴിച്ചോ? ഹലോ. നീ പോണില്ലേ? പോവാനാ? എവിടെ പോവാൻ? ആ പെണ്ണവിടെ പോണ്. ആ പെണ്ണ് അവിടെ ഉണ്ട്. ഇപ്പൊ പോയില്ലേ പ്രശ്നമാവൂലേ? പോയാലാണ് പ്രശ്നം. നീ ചുമ്മാ ഇരുന്നാണ് അവിടെ പോയിട്ട് പോവാം. ഉറപ്പാണ്? വാ, ഫലൂടേക്ക് ഫലൂടേക്ക്. ചുണ്ടത്തൊക്കെ ഇരിക്കണം. എടി ഞാൻ സൗണ്ട് കേട്ടത് എന്നെ ഒന്ന് വിശ്വസിക്കേ. നിനക്ക് തോന്നിയതായിരിക്കും. എനിക്ക് തോന്നിയതല്ല. നീ ഒന്ന് പോയത്. നിനക്ക് തോന്നിയതായിരിക്കും. വന്നേ നമുക്ക് നോക്കാം. എന്റെ പൊന്ന് ദൈവമേ, പട്ടപ്പകൽ ആരെങ്കിലും കള്ളം കേറോ? ചിലപ്പോ കേറും. നീ വാ. വാ വാടി. കാര്യം നീ എന്റെ പുറകെ വാ. അവിടെ കള്ളനെ കണ്ടില്ലേക്കാണ് നീ കാണും. ഉറപ്പായിട്ടും കാണും. ഇറങ്ങി. ഇനി പോക്കോ പോക്കോ. ഇപ്പതേ അമ്മാനും സെലിനും നമ്മുടെ ഷെഫിയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാ വിട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും കയറിയല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എടാ ശരിയാവില്ലടാ, അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോശമാണ്. അതുകൊണ്ടാ. പോ, ചക്കരല്ലേ മൊത്തല്ലേ. പോ കേട്ടോ. ഞാൻ കാണാൻ നിന്റെ മാഡം പറഞ്ഞതിന്റെ പ്രശ്നം. ഹൗസ് സ്വീറ്റ് ഫുള്ള് കഴിക്കണം. ആ ഞാൻ മൊത്തം കഴിക്കും. കഷ്ടപ്പെട്ട് കയറി വന്നതാണ്. പോട്ടാ. അപ്പം സൂക്ഷിച്ചു വേണം അവര് കാണാണ്ട്. എനിക്കറിയാൻ പോവാൻ കേട്ടാ. വന്നത് എങ്ങനെയാണെന്ന് പോകാനും എനിക്കറിയാം. പഠിപ്പിക്കണം എന്നെ. നോക്കി 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 നോക്കി. ആരും കാണാണ്ടിരുന്നാ മതിയായിരുന്നു. ഞാൻ ഇവിടുത്തെ നാടന്ന് അടുക്കളോട് കേറി തിരിഞ്ഞിങ്ങനെ വന്ന് നോക്കിയപ്പോ കണ്ട് സൗണ്ട് കേട്ടതാ. കണ്ട് സൗണ്ട് കേട്ട് തള്ളനുണ്ട് ഇവിടെ. എന്റെ പൊന്ന് ദേവി, ഇവിടെ ആരും ഇല്ല. നിനക്ക് വരാം. ഞാനൊരു കാര്യം പറയടാ. നീ ഇത്രയും നേരം പരീക്ഷ പിറ്റെഴുതി കൊടുക്കുന്ന ഓർമ്മയുണ്ടാ? ചിലപ്പോ ഹാലൂസേഷനെ. ഒരു സ്റ്റേഷനും അല്ല. ഞാൻ കേട്ടതാ കേട്ടതാ കേട്ടതാ. ഇവിടെ എവിടെയോ കള്ളനുണ്ട്. എന്റെ പൊന്ന് ദേവി, ഇവിടെ ഒറ്റ മനുഷ്യരില്ല. നിനക്ക് എന്തോന്ന്? ഇല്ലായിരിക്കും അല്ലേ? ആ ഇവിടെ ഇല്ല. അറിയാൻ പറ്റൂല. ചിലപ്പോ അടുക്കളയുടെ പുറത്ത് കാണും. നമുക്ക് അവിടെ കൂടെ നോക്കാം. ടൈം ആകുമ്പോ കേറാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിലോ? എന്നെയും കൂടെ പറഞ്ഞ് പേടിപ്പിക്കാതെ. ഞാൻ വരാൻ പിറകിലേ. ആദ്യം ദിവ്യം ജനിയും കൂടെ തപ്പി. ഈ കുരിപ്പോൾ മൊത്തോടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് നീ എന്തിനും ഇങ്ങോട്ട് കയറി വന്നത്? പിന്നെ ഞാൻ ഇറങ്ങി പോണോ? തപ്പിക്കൊണ്ടിരിക്കണോ? പോകാൻ പറ്റൂല ഇപ്പൊ. ആകെ പ്രശ്നം കൂടാ പവി. പവി എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോടാ. എന്ത് ചെയ്യും ഇനിയിപ്പോ? എങ്ങനെ ഇറങ്ങിപ്പോ? അവര് പോയിട്ട് പോവാ. അമ്മേ, ഇതിപ്പോ ആകെ വള്ളിക്കേസാവൂല. നിന്നെ കണ്ടാ? കണ്ടില്ല. കണ്ടില്ല? ഇല്ല ഇല്ല. കുറച്ച് കഴിഞ്ഞോ, കുറച്ച് കഴിഞ്ഞോ. ഒരു കാര്യം ചെയ്യും. നീ ഇവിടെ ഇരി. പുറത്തിറങ്ങിയവരല്ലേ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഞാൻ പോയി നോക്കട്ടെ. മാറ്. ഞാൻ നൈസായിട്ട് പോയി നോക്കട്ടെ. മിണ്ടരുത്. ഇവിടെ ഒരു അക്ഷരം മിണ്ടരുത്. ഞാൻ പറഞ്ഞോ? വേണ്ട 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 വേണ്ട.
പോയെന്നോ? ഐ മീൻ നീ എന്താ ഇത്ര നേരത്തെ വന്നെന്ന് ചോദിക്കുമായിരുന്നു. അത് എനിക്ക് ഒരു മൂവി പ്രൊമോഷന്റെ ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ട്. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോവാലോന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി, മികച്ച തീരുമാനം. എന്താടി വെൽ ഡൺ. നീ എന്താ നേരത്തെ നിങ്ങളായിരുന്നാ? എന്താ എന്റെ പൊന്ന് ചാരും, ഈ പെണ്ണുണ്ടല്ല, ഇവിടെ ഒരു കള്ളം വന്നു പറഞ്ഞ് ഈ വീടും ഈ വീടിന്റെ പിന്നാമ്പുറവും ബാക്ക് വിളയും അപ്പുറത്തെ വീട്ടിലെ മതിലും എല്ലാം എന്നെ കൊണ്ട് ഓട്ടിച്ച്. ഇവിടെ അങ്ങനെ ആര് കയറാനാ എന്റെ കുഞ്ഞെ? ഇവിടെ നമ്മളൊക്കെ ഇരിക്കുമല്ലേ. ഞാൻ ഇവിടുത്തെ എത്ര ഇവിടെ ആരും വന്നില്ല വന്നില്ല വന്നില്ലാന്ന്. വന്നില്ല. അതെ, നിനക്ക് പഠിക്കാനില്ലേ? ഒരു പഠിച്ച ചെല്ല്. അല്ല എന്നാലും ഒരെന്നാലും ഇല്ല. പോ, ഇതിലൂടെ പാടി, പോ. പോ, പാടി. കള്ളം വന്നു അവൾക്ക്. അല്ല വയറുവേന. അതല്ലേ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. നല്ല നന്നായി സമയം എടുത്ത് കുളിച്ചോ. എന്താ പതിവില്ലാത്തൊക്കെ ഒരു സംസാരം. ആ മക്കളെ എന്തടി? അതെ, ഇവിടെ വേറെ ആരെങ്കിലും വന്നാ? ഇവിടെ ആരും വരില്ല. അതെ ഇവള് വന്നു. നിങ്ങൾ വന്നാ? അതല്ല, ഇവിടെ ഉള്ളവരല്ലാതെ വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നോന്ന്. വെളിന്ന് ഇവള് വെളിന്നല്ല, നീ വെളിന്നല്ല വന്നത്. ഒറ്റ അടി വെച്ചിരും കേട്ടോ. എന്താ അവിടെ ഒരു ബൈക്ക് ഇരിക്കണ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ബൈക്കാ? വഴിയല്ല മാവ, വഴിയാകുമ്പോ പല ബൈക്ക് ഇരിക്കും, ആൾക്കാർ പാസ് ചെയ്യുന്ന സ്ഥലം. അതൊക്കെ ശരി തന്നെ, പക്ഷെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ അവൻ എങ്ങനെ കൊണ്ടുവച്ച്? പഞ്ചർ ആവാം, ബ്രേക്ക് ഡൗൺ ആവാം. വണ്ടിയല്ലേ, വണ്ടിയുടെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കറുത്ത ബൈക്കല്ലേ? ഞാൻ വരുന്ന വഴിക്ക് കണ്ട് നമ്മുടെ ഗേറ്റിന് മുമ്പിൽ പാർക്ക് ചെയ്തേക്കുന്നത്. അത് തന്നെ അമ്മ പറഞ്ഞ, വണ്ടിയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യന്മാരുടെ കാര്യം തന്നെ പോലെ തന്നെയാണ് വണ്ടിയുടെ കാര്യം. വണ്ടിക്കൊന്നും പറ്റാതെ എപ്പോഴും മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒക്കെ പറ്റൂല. ആൾക്കാർ അല്ല വെല്ലവന്റെ മട്ടി തന്നെ നമ്മുടെ പാർക്കിംഗ് വണ്ടി എവിടെ സൗണ്ട് കേട്ട് ചുമയുടെയാ. എന്റെ റൂമിന്നോ? ഞാനിപ്പോ അവിടെ നിന്നാണല്ലോ വന്നത്. അവിടെ ആരുമില്ല. അവിടെ തന്നെ കളഞ്ഞോളെ. ഇവിടെ ആരും എറാതെ എന്റെ റൂമില്. ഈ ചുമയാണ്. ഈ ചുമയല്ല, വേറെ ചുമ കേട്ടത്. അതൊരു ആണിന്റെ ചുമയായിരുന്നു. എവിടെ ചുമ കേട്ടെന്ന്? അമ്മാവ ചാരുവിന്റെ മുറിയിലാണ് അമ്മാവ കേട്ടത്. അമ്മാവ കള്ളനില്ല. കള്ളനില്ല മാവ. ഇവിടെ കള്ള എവിടെ? അമ്മാവ ഇതിനകത്തിന്റെ അമ്മാവ കണ്ടത് ചുമ കേട്ടില്ല. നോക്കാമാവ. അത് ചുമയല്ല, വെള്ളം തുറന്നിട്ടാണ് സൗണ്ട്. ഞാൻ ടാപ്പ് കുറച്ച് മുന്നേ തുറന്നിട്ടാ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ നോക്കട്ടെ. അതെ, ഇവിടെ ചുമയൊന്നും അല്ല, അത് പൈപ്പ് തുറന്നു വിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങോട്ട് പോകാം. ഇല്ല, നമ്മള് ശബ്ദം കേട്ടതാ. അത് ചുമ തന്നെയാ. ഹായ് ഗൈസ്. പവിമോയ്, ബാത്റൂമിലെ പൈപ്പ് നോക്കാൻ വന്നല്ലേ? കക്കൂസിൽ വെള്ളം പോകുന്നില്ല. അത് ശരിയാക്കാൻ വേണ്ടി വന്നത്. അല്ല അമ്മാവാ, ഭവിക്ക് ഭയങ്കര ചുമയാണല്ലോ. ഈ വന്ന വഴിക്ക് അവിടെ ഒരു ഫലൂടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊരു കുടിച്ചപ്പോ വെർമസലി തൊണ്ട കുടുങ്ങിയപ്പോ തുപ്പാൻ വേണ്ടി ബാഷ്മസലി പോയപ്പോ ചുമച്ചത്. സൂക്ഷിച്ചൊക്കെ കഴിക്കണ്ടേ പവി? ഞാൻ പോട്ടെ, ശരിയാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പോട്ടെ എന്നാ ശരി. ശരി, കണ്ടത് വളരെ സന്തോഷം. അളിയ ചാരു, ഞാൻ പറയട്ടെ അമ്മാവാ. അമ്മാവാ, സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലായി. അത് പൈപ്പ് വന്നൊക്കെ വിളിച്ചേ. അല്ലല്ല, സത്യം പറഞ്ഞ എനിക്ക് ഫലൂടാരം വന്ന വയറൊക്കെ വേദന കാരണം, ക്രേവിംഗ് കാരണം. അല്ലാണ്ട് നിങ്ങൾ വിചാരിച്ച സത്യോടി ഞങ്ങളിത് വിശ്വസിച്ച്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും